നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഭക്തി ആദരപൂർവ്വം വിളക്ക് വെച്ച് ഇന്നത്തെ സന്ധ്യാദീപം സമാരംഭിക്കാം. 7 ഖണ്ഡങ്ങളിലും 500 അധ്യായങ്ങളിലുമായി 24,000 ശ്ലോകങ്ങളിലുമായി വാത്മീകി മഹർഷി രാമായണം രചിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു മികച്ച കൃതിയായി ഇന്നും കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വനവാസത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ കൂടെ തന്നെ പുറപ്പെടുവാൻ സീതയും അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സീതയെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും സീത തയ്യാറാകുന്നില്ല. അവസാനം ശ്രീരാമചന്ദ്രൻ സീതയെ കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. അതാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീരാമവാക്ക് കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നയോ ചൊല്ലിന നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാനിതേ ശുശ്രൂഷാവൃതം മുടക്കായികമ്മേ നിന്നുടെ സന്നിധൗ സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതോ മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്ത മുള്ളുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടൊലായതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം. ശ്രീരാമചന്ദ്രന്റെ കൂടെ പോകാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന സീതയെ പല പല കാരണങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രീരാമചന്ദ്രൻ നോക്കുന്നുണ്ട്. പക്ഷെ സീത അതിനൊന്നും വശംവദയാകുന്നില്ല. അവസാനം സീത പറയുകയാണ്, ഞാൻ പതിവ്രതയായ ഒരു ധർമ്മപത്നിയാണ്, മറ്റാരും എനിക്ക് ആശ്രയമില്ല. ഞാൻ അനുഷ്ഠിക്കുന്ന കർത്തൃപാദാ ശുശ്രൂഷാവ്രതം അതെനിക്ക് മുടക്കാൻ പറ്റില്ല. അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്നെ ആരും ഉപദ്രവിക്കുമെന്നെനിക്ക് ഒരു വിശ്വാസവുമില്ല. ഫലമൂലാദികൾ ഭർത്താവ് കഴിച്ചതിന് ശേഷമാണ് ഉള്ളതെങ്കിലും ഞാൻ കഴിച്ചുകൊള്ളാം. അതെനിക്ക് അമൃതാണ്. ഭർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കൂർത്തുമൂർത്ത കല്ലും മുള്ളും എനിക്ക് പൂവിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ മൂലം അങ്ങക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് സീതാദേവി വളരെ താണു വീണ് ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഇത് സീതയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ നിൻ്റെ ആഭരണങ്ങളൊക്കെ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തിട്ട് നീയും എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷപൂർവം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മണനോട് തൻ്റെ അമ്മ കൊടുക്കുന്ന ഉപദേശം. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളണം പിരിയാ
ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണോ എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിയിടുക അടവികേ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസേ ധരിച്ചുകൊണ്ടാദരവോട് തൊഴുത് സൗമിത്രയും തന്നോടെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികേ നിന്നെ വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോട് ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. ലക്ഷ്മണൻ അമ്മയായ സുമിത്രയെ കൗസല്യയുടെ കൈകളിൽ ഏൽപ്പിച്ചു. സുമിത്രയാകട്ടെ പുത്രനെ ആശ്ലേഷിച്ചിട്ട് ആശീർവദിച്ച് ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം. ആ അമ്മ തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. ജ്യേഷ്ഠനെ നിന്റെ അച്ഛനെ പോലെ കാണുകയും ജ്യേഷ്ഠത്തി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുകയും ചെയ്യണം എന്നുള്ള ഉപദേശം. അത് ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഈ ഒരു ഉപദേശം എത്ര ശ്രേഷ്ഠമാണെന്ന് ആലോചിച്ച് നോക്കുക. അടുത്തത് രാമ സീത തത്വമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിക്കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജാ. ലക്ഷ്മീ ഭഗവതി ലോകമായ പര മായാ ഗുണങ്ങളെ താൻ അവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വപ്രധാനമായി ഭക്തപാരായണൻ ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവസാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭ സംഹരിക്കുന്നതോ ദ്വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് മേധാവിനാക്കി കൊടുത്തതേ രാഘവൻ. രാമസീത തത്വമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. രാമനെ ഓർത്തും സീതയെ ഓർത്തും ആരും ദുഃഖിക്കരുത്. കാരണം രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവും സീത പരാശക്തിയായ ലോകമായയുമാണ്. രാമനെ ഓർത്ത് ആരും ദുഃഖിക്കരുതെന്ന് പറയാൻ കാരണം എല്ലാവരും രാമനാമം ജപിച്ചുകൊണ്ട് നിത്യവും ഈ രാമനാമം ജപിക്കുന്ന മർത്യന് മരണഭയം ഉണ്ടാകുകയില്ല. മോക്ഷം ലഭിക്കുവാനും ഇത് കാരണമാകും. സുഖദുഃഖങ്ങൾ ഇല്ലാത്ത നിഷ്കളങ്കനും നിർഗുണനുമായ
പരമാത്മാവാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ശ്രീരാമനെ ഓർത്ത് ആരും വിഷമിക്കരുത് എന്ന് പറയുന്നത്. നിർഗുണാത്മാവായ ഭഗവത് സ്വരൂപത്തിന് എങ്ങനെയാണ് ദുഃഖാദികൾ സംഭവിക്കുക? ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചത്. ദശരഥന്റെ ആഗ്രഹം നിവർത്തിക്കുന്നതിന് ദശമുഖനെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കാനും വേണ്ടിയാണ് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചത്. രാമനെപ്പറ്റി ഇത്രയും പറഞ്ഞിട്ട് വാമദേവൻ വിരമിച്ചപ്പോഴേക്കും രാമൻ നാരായണനാണെന്നറിഞ്ഞ പൗരജനങ്ങൾ ആനന്ദ സമുദ്രത്തിൽ ആറാടി. ഇപ്രകാരമുള്ള രാമസീതാ രഹസ്യം ആമോദപൂർവം ധ്യാനിക്കുന്നവർക്ക് രാമനിൽ ഉറച്ച ഭക്തിയും രോഗനാശവും സംഭവിക്കും. നിങ്ങൾ രാമഭക്തന്മാരായതുകൊണ്ടാണ് രഹസ്യമായി സൂക്ഷിക്കേണ്ട രാമതത്വം ഞാൻ ഉപദേശിക്കുന്നത്. ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണഭവദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദകഞ്ചാരുണം രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകമായ വിചാരങ്ങളും ധർമ്മചിന്തകളുമുണ്ട്. നിരവധി സ്വഭാവ വൈവിധ്യതയുള്ള ഒരു കൃതി കൂടിയാണ് രാമായണം. ഇത്തരം സന്ദേശവുമായി വരുന്നു വാത്മീകം. എല്ലാവർക്കും നമസ്കാരം. മുഴുവൻ രാമഭക്തർക്കും വാത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭഗവാൻ ശ്രീരാമൻ സീതാന്വേഷണത്തിനായി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആകെയുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള സൗമിത്രിയായിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മണസ്വാമി മാത്രമാണ്. അവർക്ക് രണ്ടുപേർക്കും മാത്രം ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ ആക്രമിക്കാനും ലങ്കയെ മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കി സീതാമാതാവിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ്. വാത്മീകി രാമായണത്തിൽ ഭഗവാനെ സഹായിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ ഒപ്പം ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് സാക്ഷാൽ സുഗ്രീവൻ. ആ സുഗ്രീവനുമായി ചേരുന്ന ആ സന്ദർഭം അല്ലെങ്കിൽ സുഗ്രീവനുമായി ഭഗവാൻ ഉണ്ടാക്കുന്ന സന്ധിയാണ് സീതാന്വേഷണത്തിന് ഒരു വഴിത്തിരിവാവുന്നത്. ആ സന്ധിയിൽ ആണ് സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെക്കുറിച്ച് പറയുന്നത്. ബാലിയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലെ? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തരായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബാലി. ബാലി തൻ്റെ സഹോദരനായിട്ടുള്ള സുഗ്രീവനോട് അതിയായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് തനിക്ക് ഉണ്ടായ ഒരു മായാ ചതിയിൽപ്പെട്ട് സുഗ്രീവനെ സംശയാദൃഷ്ടിയിൽ കാണുകയും നാട് കടത്തുകയും ചെയ്യുന്നു ബാലി. ഋഷിമൂകാചലത്തിൽ പോയി താമസിക്കുന്ന സുഗ്രീവൻ ബാലിയെ എങ്ങനെയെങ്കിലും തിരസ്കരിച്ച് വീണ്ടും തൻ്റെ ദേശത്തേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രനുമായി സന്ധി ഉണ്ടാക്കുന്നത്. സന്ധിയുടെ ഉടമ്പടികൾ ഇങ്ങനെയാണ്: എനിക്ക് കിഷ്കിന്ധ തിരിച്ചു വേണം, എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം. 2, അങ്ങ് അതിന് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് അങ്ങയുടെ പത്നിയെ കൊണ്ടുത്തരുന്നതാണ്. അവിടെ വെച്ചാണ് ബാലിയുടെ മാഹാത്മ്യം സുഗ്രീവൻ രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതിശക്തനായിട്ടുള്ള ഒരു വാനരനാണ് ബാലി. ഇന്ദ്രന്റെ പുത്രനാണ് ബാലി, ഇന്ദ്രാത്മജനാണ്. ആ ബാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ആരോട് യുദ്ധം ചെയ്യുന്നോ അവരുടെ പകുതി ബലം സ്വയം സ്വായത്തമാക്കാൻ കഴിവുള്ള യോദ്ധാവാണ് ബാലി. രാമായണത്തിലെ തന്നെ ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം, രാമായണത്തിലെ വില്ലൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ രാവണനെ പോലും തൻ്റെ വാലിൽ കുരുക്കിയിട്ട് യുഗങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ടത്രേ ബാലി. അത്ര വീരനായിരുന്നു, അത്ര കണ്ട് ശൗര്യമുള്ള വാനരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ എന്തിനാണ് ഈ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് കൊന്നത് എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ തലമുറയിലുള്ള പല കുട്ടികളും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തൻ്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയാക്കി വെച്ചു ബാലി, സുഗ്രീവന്റെ ഭാര്യയെ. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ സുഗ്രീവന്റെ ഒപ്പം നിന്നുകൊണ്ട് ബാലിയെ ഒളിയമ്പെയ്ത് കൊല്ലുന്നത്. രാമനോട് ബാലി പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ രാവണനെ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ
എന്തിനാണ് ഇവന് വേണ്ടി എന്നെ വധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ ചേരുമ്പോൾ ഞാനും അധർമ്മത്തിന്റെ പാതയിലേക്ക് പോകുന്നു. സർവശക്തനായിട്ടുള്ള ലോകത്തിന്റെ മുഴുവൻ ചൈതന്യമായിട്ടുള്ള ആത്മാരാമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആരെങ്കിലും ഒളിയമ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ബാലിയെ മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഭാര്യയുടെ വീര്യത, ഭാര്യയുടെ ധൈര്യം, ഭാര്യയ്ക്കുള്ള ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ശക്തിയെക്കുറിച്ച് സ്വയം ചിന്തിക്കുക, ആ ശക്തി എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്ന് ബാലി നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ശക്തി അത് അറിവോ ശാരീരികമായിട്ടുള്ള ശക്തിയോ ആയിക്കൊള്ളട്ടെ, അതെപ്പോഴും ധർമ്മത്തിന് വേണ്ടി മാത്രമായിരിക്കണം ചെലവഴിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ബാലിയുണ്ട്. ആ ബാലിക്ക് ആർജിക്കുന്ന ശക്തിയെ രാമനോടൊപ്പം നിൽക്കാനാണ് നാം ഉപയോഗിക്കേണ്ടത്. അത് സുഗ്രീവൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് കിഷ്കിന്ധ നൽകി അനുഗ്രഹിച്ചു. ബാലിക്ക് ഭഗവാൻ കൊടുക്കുന്ന വരദാനമായിരുന്നു തന്നോടൊപ്പം തൻ്റെ മകനെ ചേർക്കുകയും ഒപ്പം ബാലിക്ക് സ്വയം മോക്ഷം നൽകുകയും ചെയ്യുന്നു. ഇതേ ബാലിയാണത്രേ പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാൽക്കലേക്ക് അമ്പെയ്ത ജര എന്ന് പറയുന്ന വേട്ടക്കാരൻ അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലിൽ രക്തം വാർന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ജര വന്ന് ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാൽക്കലേക്ക് ഞാൻ അമ്പെയ്തല്ലോ, അങ്ങയുടെ മരണത്തിന് ഞാൻ കാരണമാവുമോ? എനിക്ക് ഈ ജന്മം വേണ്ട, ഞാൻ ഈ ജന്മം ഉപേക്ഷിക്കുകയാണ്. അവിടെ വെച്ച് തൻ്റെ പൂർവ്വജന്മ സ്മൃതി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരയോട് പറയുന്നു, ജരേ, നീ കഴിഞ്ഞ ജന്മത്തിൽ ബാലിയായിരുന്നു. അന്ന് ഞാൻ നിന്നെ ഒളിയമ്പെയ്ത് കൊന്നു. ഇന്ന് ഞാൻ കൃഷ്ണനായി അവതരിച്ച സമയത്ത് നീ എന്നെ ഒളിയമ്പെയ്ത് എൻ്റെ വൈകുണ്ഠത്തിലേക്ക് നീ എന്നെ യാത്രയാക്കുന്നു. നിനക്ക് ഞാൻ മോക്ഷം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജരയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പോലും നമ്മളോട് പറയുന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ എന്തു വേണം? ധർമ്മത്തിനോടൊപ്പം നിൽക്കണം. എങ്ങനെയാണോ ഹനുമാൻ സ്വാമി, അതീവ ബലവാനായിട്ടുള്ള ഹനുമാൻ സ്വാമി തൻ്റെ ബലം രാമസേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്, അതുപോലെ ചെയ്യാൻ ബാലിക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ അധർമ്മത്തിലൂടെ പാത അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചില്ല. ധർമ്മപാതയിലൂടെ സഞ്ചരിച്ച സുഗ്രീവനും മറ്റു വാനരാദികൾക്കും രാമപാദം ചേരാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിൽ ബാലിയെ വായിക്കുന്ന ഓരോ രാമഭക്തരും ആ ബാലിക്ക് മോക്ഷം നൽകി അനുഗ്രഹിച്ച ശ്രീരാമചന്ദ്രനെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ബലം, തൻ്റെ അറിവ് ശ്രീരാമചന്ദ്രന് വേണ്ടി സമർപ്പിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് കൂടി ബാലിയുടെ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കഥാപാത്രവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ദേവി എന്നത് ഒരു സംസ്കൃത പദമാണ്. പുരുഷ പദവി ദേവ എന്നാണ്. ദേവിയും ദേവയും സ്വർഗം, ദൈവം, നല്ലത് എന്താണോ അത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുമതത്തിൽ ദേവിയെക്കുറിച്ചുള്ള ആശയവും ആദരവും BC 3-ാം നൂറ്റാണ്ടിലെ വേദങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ അവർ കാര്യമായ പങ്കുവഹിച്ചില്ല. ലക്ഷ്മി, പാർവതി, ദുർഗ, സരസ്വതി, സീത, രാധ, കാളി തുടങ്ങിയ ദേവതകളെ ആധുനിക കാലത്തും ആരാധിച്ചു വരുന്നു. ഇന്നിതാ ദീപകാഴ്ച കാണാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പാളയം എയർപോർട്ട് റോഡിൽ പേട്ട എന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് വിശാലമായ പറമ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു. തികച്ചും കേരളീയ മാതൃകയിലാണ് ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും. കാഞ്ഞിരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്ന പ്രദേശത്തെ കാഞ്ഞിരവിളാകം എന്ന് വിളിച്ചു പോന്നു. അങ്ങനെ അവിടെ കുടികൊണ്ട ദേവീ ചൈതന്യം കാഞ്ഞിരവിളാകം ദേവിയായി. ശക്തി സ്വരൂപിണി ചൈതന്യദായിനി നിൻപദം തേടി വന്നേ. ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുമുടിയാണ്. തിരുമുടിയിൽ കുടികൊള്ളുന്ന ദേവി ഭദ്രകാളി തന്നെയാണ് എന്നാണ് വിശ്വാസം. പണ്ട് കാഞ്ഞിരവിളാകം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി കിഴക്കുമാറിയാണ്. എന്നാൽ ക്ഷേത്രം ജീർണിച്ച് പുതുക്കിപ്പണി ആവശ്യമായി വന്നപ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നീക്കി പണിയുകയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായും ദാരുവിലാണ്, അതായത് തടിയിലാണ് തീർത്തിരിക്കുന്നത്. നേരത്തെ ഈ അമ്പലം ഇന്ന് ഈ കാണുന്ന വസ്തുവിൻ്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തത്.
അവിടെ കാലപ്പഴക്കം മൂലം അത് പുതുക്കി പണിതപ്പോൾ ഈ ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. നിന്റെ സങ്കീർത്തനം വിളങ്ങുവാൻ അനുഗ്രഹിക്കൂ. ക്ഷേത്രം അതിപുരാതനമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പിൽ 66, 7, 12 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണിത്തരത്തിലുള്ള പഴമ കൊണ്ട് കൊല്ലവർഷത്തിലെ തീയതിയാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കണക്കാക്കിയാൽ 1130 വർഷങ്ങളിലധികം പഴക്കമുള്ള ചിലമ്പാകണം അത്. അതുകൊണ്ട് തന്നെ ആ ചിലമ്പ് വച്ച് ആരാധിച്ചിരുന്ന ഈ ദേവസ്ഥാനത്തിനും അത്രത്തോളം തന്നെ പഴക്കം കാണും എന്ന് കരുതണം. ഒരുപക്ഷെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധനാ സങ്കേതമായി വികസിച്ചിരുന്നില്ല എങ്കിലും അതിപ്രാചീന കാലം മുതൽ ആരാധന നടത്തിയിരുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്ന് വേണം കരുതാൻ. കാരുണ്യമല്ലോ നിൻ മഹത്വമെന്നറിഞ്ഞു ഞാൻ. ഇന്ന് അനേകം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആരാധനാലയമാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം. ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ നിരവധി ഉപക്ഷേത്രങ്ങളും ഉണ്ടായി. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ, കാലയക്ഷി അമ്മ, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് ആരാധനാ സ്ഥലങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രവും സമീപത്തായി ശാസ്താക്ഷേത്രവുമാണ് ഉള്ളത്. വടക്കു പടിഞ്ഞാറായി സുബ്രഹ്മണ്യൻ. ഒളിയായി തെളിയും പരമ്പൊരുളേ. ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്കുഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായും അല്പം വടക്കുമാറിയും മഹാദേവൻ കുടികൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം കാണാം. അതിൽ നിന്നും വടക്കുഭാഗത്തേക്ക് നീങ്ങി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ക്ഷേത്രാങ്കണമാണിത്. ഇവിടത്തെ ആൽത്തറയിലിരുന്ന് അദ്ദേഹം ക്ഷേത്ര കാര്യദർശികളുമായി സംവദിച്ചിട്ടുണ്ട്. ഇവിടത്തെ ആലിലകളിൽ കാറ്റുവീശുമ്പോൾ ആ വിശ്വഗുരുവിന്റെ മഹാസന്ദേശങ്ങൾ നാം അനുസ്മരിക്കും. ഭദ്രകാളിയുടെ മുടിയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളി അങ്കി ചാർത്തിയിട്ടുള്ള മുടിയാണ്. അതുപോലെ തന്നെ മഹാഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീ മഹാദേവൻ, തമ്പുരാൻ, കാലയക്ഷി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ തറകളും കൂടാതെ ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിൻ പദം തേടി വന്നേ. കന്നിമാസത്തിലെ നവരാത്രി വിപുലമായി ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും കുംഭമാസത്തിലെ ഭരണിയിൽ തുടങ്ങി പൂരത്തിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. തോറ്റം പാട്ടോടെ നടത്തുന്ന ഈ ഉത്സവത്തിൽ 5-ാം ദിവസം തൃക്കല്യാണവും, 8-ന് കൊന്നുതോറ്റും, 9-ന് എഴുന്നള്ളത്തും, 10-ന് പൊങ്കാലയും നടത്തുന്നു. ഈ ഉത്സവത്തോടൊപ്പം നടത്തുന്ന വില്ലിൽ തൂക്കം ചടങ്ങിൽ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 5-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് കുട്ടികളുടെ വില്ലിൽ തൂക്കമാണ് ഇവിടെ ഉള്ളത്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ തൂക്കമാണ് ഇവിടെ ഉള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിലുള്ള തൂക്കങ്ങളെന്ന് പറയുന്നത് വലിയ ആൾക്കാരുടെയാണ്. ഇവിടെ കുഞ്ഞു കുട്ടികളുടേതാണ്. അതുപോലെ തൃക്കല്യാണ പൂജ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. നമ്മളൊരു മനസ്സറിഞ്ഞൊരു ഭഗവതിയുടെ നടക്കിൽ വെച്ചാൽ പോലും അതിന് പൂർണ്ണ ഫലപ്രാപ്തിയാണ് കണ്ടുവരുന്നത്. വൈവിധ്യമാർന്ന മാതൃസങ്കല്പത്തിലുള്ള ദേവതമാരുടെ സമന്വയമാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തെയും ആഘോഷങ്ങളെയും മഹത്വപൂർണ്ണമാക്കുന്നത്. നാടിന്റെയും ഭക്തലക്ഷങ്ങളുടെയും വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഭക്തമനസ്സുകൾക്ക് ആശ്വാസവും ആത്മപ്രകാശവും പകർന്നുകൊണ്ട് കാഞ്ഞിരത്തിന്റെ കയ്പിനെയും മധുരമാക്കാൻ കെൽപ്പുള്ള ദേവത ഇവിടെ കുടികൊള്ളുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം നമുക്ക് ലഭിക്കും എന്നാണ് പറയുക. അപ്രകാരം പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഏവർക്കും വന്ദനം.